അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വിഷയം എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ഇരിക്കുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ NEP-യുമായി ബന്ധപ്പെട്ട് അതുപോലെ PM ശ്രീ വഴി വെട്ടുന്നത് എങ്ങോട്ടെന്നാണ്. അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ട് യോഗ്യരായിട്ടുള്ള 3 ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ NK പ്രേമേന്ദ്രൻ MP, ശ്രീ P സന്തോഷ് കുമാർ MP, ഡോക്ടർ MP ബിന്ദു, അവർ അസോസിയേറ്റ് പ്രൊഫസറാണ്, ചിന്മയ ഡീം ടു ബി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഹോർത്തൂസിൻ്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഞാൻ, നീ, നാം എന്നാണ്. അപ്പോൾ എനിക്കൊരു നിലപാടുണ്ട്, നിങ്ങൾക്കൊരു നിലപാടുണ്ട്, നമുക്കൊരു നിലപാടുണ്ട്. പക്ഷെ നമുക്കൊരു ഐക്യപ്പെടൽ സാധ്യമാകുമോ ഈ വിഷയത്തിൽ എന്ന് ഞാൻ ആ ടാഗ്ലൈൻ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ശ്രീ പ്രേമേന്ദ്രൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ പൊതുസമൂഹത്തിന് എത്രത്തോളം NEP മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ PM ശ്രീ മനസ്സിലായിട്ടുള്ള കാര്യത്തിൽ സംശയമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനസ്സിലാവായിക ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടടക്കം ഈ NEP എതിർക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ടോ? NEP-യെ സംബന്ധിച്ചും NEP-യുടെ ഭാഗമായി പ്രഖ്യാപിതമായിട്ടുള്ള PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചും കാര്യമായ അവബോധം ഇനിയും പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ, പ്രത്യേകിച്ചും 2020 പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യമായ ചർച്ചകൾ നടന്നിട്ടില്ല. നമുക്കറിയാം, 1937 ഗാന്ധിജി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി മുതൽ 1968-ലും 86-ലും അത് കഴിഞ്ഞ് 92-ൽ പ്രാദേശിക ഭരണം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി നിയമത്തിലും 2009-ലെ വിദ്യാഭ്യാസാവകാശ സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങളൊക്കെ പരിശോധിച്ചാൽ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ സംസ്കാരവും അവിടുത്തെ പ്രദേശങ്ങളുടെ ചരിത്രവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായി അവരുടേതായ കരിക്കുലത്തിൻ്റെയും സിലബസിൻ്റെയും അടിസ്ഥാനത്തിൽ പാഠ്യപദ്ധതി തീരുമാനിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള ഒരു ഫെഡറൽ ജനാധിപത്യ അവകാശത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതാണ് സത്യത്തിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ ഭാഗമായി പ്രാവർത്തികമാക്കുന്ന. കാരണം നിർബന്ധിതമായി NEP നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്, ഒരു ആയുധമാണ് സത്യത്തിൽ PM ശ്രീ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് എന്താണ് റൈസിംഗ് ഇന്ത്യ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, PM ശ്രീ എന്ന പേരിൽ നടപ്പാക്കുന്നതിനുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ കൃത്യമായി പറയുന്നൊരു വ്യവസ്ഥ ദേശീയ വിദ്യാഭ്യാസ നയം നിർബന്ധിതമായി നടപ്പാക്കണമെന്നുള്ളതാണ് MOU-ൽ കൃത്യമായി പറയുന്നത്. അപ്പോൾ പരോക്ഷമായി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുക, അത് നടപ്പാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിയമാനുസൃതമായി ലഭിക്കേണ്ടുന്ന സർവശിക്ഷ അഭിയാൻ ഉൾപ്പെടെയുള്ള നിയമാനുസൃതമായ ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി ഒരു വിദ്യാഭ്യാസ പദ്ധതി എങ്ങനെ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാമെന്നുള്ള ഒരു നയമാണ്, നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. ഒരു കാര്യം, ഇപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം ചില വ്യവസ്ഥകൾ വെക്കുകയും ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പണം തരൂ എന്നൊക്കെ പറയുന്നതിൽ ഒരു ജനാധിപത്യ വിരുദ്ധത അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് നിരക്കുന്നതാണെന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതിനപ്പുറത്ത് നല്ലതൊന്നും ഇല്ലാത്തതാണ് ഈ NEP എന്ന് അന്ധമായിട്ട് എതിർക്കുന്നുണ്ടോ? ആ എതിർപ്പ് ശരിയും ന്യായവുമാണോ? അന്ധമായിട്ടുള്ള എതിർപ്പില്ല. ഏതൊരു പദ്ധതിയിലും ഗുണപരമായിട്ടുള്ള അംശങ്ങൾ ഉണ്ടാകും. പക്ഷേ ഗുണപരമായ അംശങ്ങളും ദോഷാംശങ്ങളും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ, താരതമ്യം നടത്തുമ്പോൾ, ഇത് ഗുരുതരമായ ഭവിഷ്യത്തുകൾ, സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ്. ഇൻ പർട്ടിക്കുലർ PM ശ്രീ പദ്ധതി. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിക്കുലവും സിലബസും അടക്കമുള്ളവ നിശ്ചയിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഭരണഘടനാപരമായ പ്രശ്നം തന്നെയാണ്. സമവർത്തിത ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസം എന്ന വിഷയത്തിന്മേൽ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തുന്നതിനും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുമുള്ള അവകാശത്തിന് അതിർവരമ്പുകൾ നിശ്ചയിക്കുകയാണ് ഗവൺമെന്റ്. അതാണ് ഞാൻ പറഞ്ഞ ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ പദ്ധതിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പൊ ഇൻഡയറക്റ്റ് ആയി ത്രിഭാഷാ പാഠ്യപദ്ധതി അടിച്ചേൽപ്പിക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നു. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്യുകയാണ്, മാൻഡേറ്ററി അല്ല എന്ന് പറയുക, സജസ്റ്റീവ് ആണ്, പ്രിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയുക. പക്ഷെ ഇൻഡയറക്ട്ലി ഇത് ഇമ്പോസ് ചെയ്യുക, നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഗ്രാന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പദാസ്, 2009-ലെ വിദ്യാഭ്യാസാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സർവശിക്ഷാ അഭിയാൻ നടപ്പാക്കിയത്. ആ ഗ്രാന്റ് കിട്ടുന്നതിന് 12,000 കോടി രൂപയുടെ ആ ഗ്രാന്റ് കിട്ടുന്നതിന് 2020 പാസ്സാക്കുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള
PM ശ്രീ പദ്ധതിയിൽ MOU നടപ്പാക്കിയില്ലെങ്കിൽ കിട്ടില്ല എന്ന് പറയുന്നത് ഓക്കെ എന്തൊരു നിരർത്ഥകമാണ്, എന്തൊരു ജനാധിപത്യ വിരുദ്ധതയാണ് ഓക്കെ ഒരു ഗവൺമെന്റ് ഒരു സംസ്ഥാനം പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ NEP കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നമ്മുടെ നിലവിലുള്ള സ്കൂൾ ഘട്ടത്തിൻ്റെ ഒരു ചക്രം അതൊക്കെ മാറുകയാണ്. ഒരുപക്ഷെ 4 വർഷ ഡിഗ്രി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 4 വർഷ ഡിഗ്രിയൊക്കെ നടപ്പാക്കി തുടങ്ങി. ഒരുപക്ഷെ ഈ ഓർമ്മ അളക്കുന്ന രീതിയിൽ നിന്ന് കുട്ടിയുടെ അനുഭവ സമ്പത്ത് എന്ത് ആർജിച്ചു എന്നതിനെ പ്രായോഗിക പരിശീലനമോ പരീക്ഷയൊക്കെ ആക്കി മാറ്റുന്നു തുടങ്ങിയിട്ട് കുറേ പോസിറ്റീവ്സ് NEP കാണാൻ പറ്റുന്ന ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആളുകൾ പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ശ്രീ സന്തോഷ് കുമാർ, ഒരു പ്രശ്നം ഇതിനകം തന്നെ ചില ഇൻക്ലൂഷൻസ് എക്സ്ക്ലൂഷൻസ്, അതായത് നമ്മൾ CBSEയുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ചിലതിനി പഠിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു, ചിലത് പഠിക്കാൻ തീരുമാനിക്കുന്നു, ആ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ശാസ്ത്രീയ അടിത്തറയോ ഒക്കെ സംശയം ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഇത് NEP കേരളത്തിൽ പറ്റില്ല, NEPയുടെ നമ്മളൊരു പൂർണ്ണ നോ ആണ്, അപ്പോൾ NEP നടപ്പാക്കാൻ വേണ്ടി PM ശ്രീ വന്നാലും നോ എന്ന്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിൽ പോസിറ്റീവ്സ് എടുത്ത് നെഗറ്റീവ്സിനെ കളയുക എന്നതിനപ്പുറത്ത് നിങ്ങൾ എന്തുകൊണ്ടൊരു ബ്ലൈൻഡായിട്ട് ഞങ്ങൾ NEPക്ക് എതിരാന്ന് പറയുന്നത്? NEPക്കെതിരെയുള്ള എതിർപ്പ് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ NEP എതിർക്കുന്നുണ്ട്. പിന്നെ NEP എതിർക്കുന്ന ഒരുപക്ഷെ രാജസ്ഥാൻ പോലൊരു സംസ്ഥാനം PMCയിൽ ഒപ്പുവെച്ചതിൻ്റെ പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാം. എന്തുകൊണ്ടാണ് NEP എതിർക്കുന്നത്? നമ്മൾ NEP എന്ന് പറയുന്നത് ഈ കോവിഡ് കാലത്ത് വന്ന ഒരു ഉപോൽപ്പന്നം പോലത്തെ സംഗതിയാണ്. 2017 കസ്തൂരിരംഗനെ നിശ്ചയിച്ചു. 2019 വളരെ നിർബന്ധിച്ചിട്ടാണ് ഒരു ഡ്രാഫ്റ്റ് പുറത്തിറക്കുന്നത്. നമ്മളത് പരിശോധിച്ച് നോക്കുമ്പോൾ 60 പേജുള്ള ഒരു ഡോക്യുമെൻ്റ്. ഈ ഡോക്യുമെൻറ്റിനകത്ത് ആകെ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്ന 2 സ്ഥാപനങ്ങളാണ്. അതേതാണ്? നാളന്തയും തക്ഷശിലയുമാണ്. നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തിന് ധാരാളമായ പ്രശ്നങ്ങൾ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് നമ്മുടെ മേഖല. ഇവിടെയാണ് നമ്മൾ മഹാപ്രതിഭകൾ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പലതിനെയും നിയന്ത്രിക്കുന്ന, ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രതിഭകളെ സംഭാവന ഇതൊന്നുകൂടിയാണ്. ഈ ഒരൊറ്റ സ്ഥാപനത്തിൻ്റെ പേര് പോലും പരാമർശിക്കാതെ എന്തുകൊണ്ടാണ് നളന്തയും തക്ഷശിലയും മാത്രം സ്ഥാനം പിടിക്കുന്നത്? ഞാൻ ആ സ്ഥാപനങ്ങൾ അപകടകരം ആണെന്നുള്ള അർത്ഥത്തിൽ അല്ല പറയുന്നത്, അതിൻ്റെതായ റെലവൻസ് ഉണ്ടാവാം. പക്ഷേ ഈ ഡോക്യുമെൻ്റ് ആസ് എ ഹോൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിനകത്ത് ഈ അവരുദ്ദേശിക്കുന്ന ഒരു പൗരാണികതയിലേക്ക്, അല്ലെങ്കിൽ ഒരു തരം, ഞാൻ മിഥ്യ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഒരു ആധുനികതയെ ഏതാണ്ട് നിരാകരിക്കുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഭരണഘടനയുടെ ആമുഖം എന്ന നിലയിൽ പറയുന്നില്ലെങ്കിൽ പോലും ഭരണഘടനയിൽ കുറേ ഭാഗങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ പോളിസി ഭാഗത്തൊക്കെ. അതിനകത്ത് ഒരിടത്തും നിങ്ങൾ മതേതരത്വവും അതുപോലെ മറ്റ് സോഷ്യലിസ്റ്റും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം മൊത്തം ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ കംപ്ലീറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഊന്നൽ എന്ന് പറയുന്നത് ഒരു ആധുനിക ഇന്ത്യക്ക് അനുസരിച്ച് തരത്തിലുള്ളവല്ല എന്നുള്ളതാണ് അതിൻ്റെ ഫണ്ടമെൻ്റലായിരിക്കുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അമിതമായ കേന്ദ്രീകരണത്തിനാണ്. ഇപ്പോൾ യശ്വൽ കമ്മിറ്റി ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് സ്വതന്ത്രമായ ഒരു കമ്മീഷനാണ്. അന്ന് പറഞ്ഞിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ പോലത്തെ സംഭവം നോക്കിയാണ്. ഇപ്പോൾ അതെന്തായി കുളമായി നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ചെയർമാനായ ഒരു ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് എല്ലാ മറ്റ് ഏജൻസികളെയും ഇല്ലാതാക്കിക്കൊണ്ട് രൂപീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തുമാത്രം കേന്ദ്രീകരണത്തിലേക്കാണ് നയിക്കുക? അതുപോലെ നമ്മളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ 3 തരം കോളേജുകളായി തിരിവെന്ന്, ഗവേഷണ കോളേജുകൾ, അധ്യാപന കോളേജുകൾ, ഡിഗ്രി കോളേജുകൾ, ഇങ്ങനെ പലതായിട്ട് തിരിക്കുന്നു എന്ന് തുടങ്ങി ഒരു 5 or 10 വളരെ ഗുരുതരമായിരിക്കുന്ന പ്രശ്നങ്ങൾ അതിന് അന്തർലീനമായിട്ടുണ്ട്. ആദ്യത്തെ കാര്യം ഞാൻ ശ്രീ NK പ്രേമേന്ദ്രൻ MP പറഞ്ഞ ആ വളരെ മൗലികമായ പോയിന്റോട് യോജിക്കുന്നു. ഇതിനകത്ത് ആരുടെ അഭിപ്രായമാണ് കേട്ടിരിക്കുന്നത്? നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നാം, നിങ്ങൾ, ഞങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് സംസ്ഥാനങ്ങളുടെ പങ്ക് എന്താണ്? ഇപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ട് ഇതെന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ്. എവിടെയാണ് സംസ്ഥാനങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ളത്? കേരളം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സംസ്ഥാനത്തോട് എന്തെങ്കിലും ചോദിച്ചോ? ഇവിടെ ഈ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിന് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് വലിയ വ്യാപകമായിട്ടുള്ള ചർച്ചകളൊക്കെ ശേഷമല്ലേ? ഒരിക്കലും ചർച്ച നടത്തിയില്ല. വ്യാപകമായ ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമാണ്, ഒരു സംഘടന മാത്രമാണ് തങ്ങളുടെ നിലപാടുകൾ, നയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ചത്. ഞാൻ ആ സംഘടനയുടെ പേര് പറയുന്നില്ല, പക്ഷെ അവർക്ക് മാത്രമാണ് അതിനകത്ത് അത് ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഈ ശാസ്ത്രീയ പഠനത്തെ നിരുത്സാഹപ്പെടുത്തുകയോ നമ്മുടെ വിശ്വാസത്തെ നേരിട്ട് ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുകയോ ചെയ്യുന്ന പല എക്സാമ്പിൾസ് നമ്മൾ ഈ സമീപകാലത്ത് കേട്ടു. ഒരുപക്ഷെ അക്കാഡമിഷ്യൻസിൻ്റെ ഭാഗത്തു നിന്ന് പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പുഷ്പക വിമാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗണപതിയുടെ മുഖത്തെക്കുറിച്ചൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ട്. ഒരുപക്ഷെ അതാണോ പുതിയ കാലത്തെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രാവബോധം എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇതിനാഴത്തിൽ പഠിച്ച്
വേണ്ടത് എടുക്കുകയും വേണ്ടാത്തത് തള്ളുകയും ചെയ്യുക എന്നതിലേക്ക് എന്തുകൊണ്ടാണ് ഞാൻ പോകാത്തത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ NEP-യിൽ തന്നെ ഞാൻ ആമുഖമായി പറഞ്ഞ ചില പ്രധാനപ്പെട്ട നല്ല പോയിന്റ്സ് ഉണ്ട് എന്നിരിക്കെ, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയം സംസാരിക്കാനല്ല, എങ്കിൽ പോലും ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ഇപ്പോൾ PM-ശ്രീയിലും NEP-യിലും കുഴപ്പം ചോദിച്ചത്? ഞാൻ പറയുന്നത് ഈ നമ്മുടെ രാജ്യത്ത് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സംഗതി 51AH പ്രകാരം ആയിട്ട് 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ്. ആരാണ് സയന്റിഫിക് ടെമ്പറിനെ ഏറ്റവും കൂടുതൽ ഇന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കർണൻ എന്ന് പറയുന്നത് ജനറ്റിക് സയൻസ് അന്നുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് എന്ന് പരസ്യമായി, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഒരു ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ല. പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ല. അവല്ല, അദ്ദേഹം ഡോക്ടേഴ്സിന്റെ സദസ്സിൽ അത് കൃത്യമായിട്ട് പറയുകയാണ്. സർജറി പ്ലാസ്റ്റിക് സർജറി. പ്ലാസ്റ്റിക് അല്ലല്ല, അത് രണ്ടാമത്തെ ഭാഗം. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഇത് ആദ്യം പറഞ്ഞ ഇതാണ്. ഓക്കെ. രണ്ടാമത്തെ ആ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്താണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നതാണെന്ന് അദ്ദേഹം തമാശക്ക് പറയുന്നില്ല, വളരെ ഗൗരവത്തിൽ പറയുന്നതാണ്. ഞങ്ങളുടെ എല്ലാം ഞാൻ ചോദിക്കുന്നത്, NEP ഇപ്പം അംഗീകരിച്ചാൽ, PM-ശ്രീ അംഗീകരിച്ചാൽ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ നാളെ മുതൽ ഇതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്നും ഇതാണ് ആദ്യത്തെ വിമാനം എന്നും പഠിക്കുന്നതാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഭരണാധികാരികൾ ചെയ്തു തുടങ്ങുന്ന കാര്യം ഞാൻ പരാമർശിച്ചു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ധൻഖർ, ഞങ്ങളുടെ രാജ്യസഭാ ചെയർമാനായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഈ അർജുനന്റെ ഈ അസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആറ്റമിക് പവർ ഉണ്ടെന്നാണ്. ഇത് പരസ്യമായിട്ട് പ്രസംഗിക്കുന്നതാണ്. ഇവർ ഈ കാര്യം ഒരു തമാശക്ക് പറയുന്നതല്ല. രാഷ്ട്രീയ നേതാക്കന്മാർ ചിലപ്പോൾ ആലങ്കാരികമായി ഇന്ന് പരസ്യമായി പറയുന്ന നാളെ പാഠപുസ്തകത്തിൽ വരുന്നതാണോ നിങ്ങളുടെ കൺസേൺ? അല്ല, സ്വാഭാവികമായി ധാരാളം കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് ശാസ്ത്രീയമായ ഭാഗങ്ങൾ വെട്ടിവരത്തപ്പെട്ടു. ഞാൻ ഈ വെട്ടിവരത്തപ്പെട്ടതിന്റെ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗങ്ങളെ കുറിച്ചിട്ട്, ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗങ്ങളെ കുറിച്ച് ഒരു പ്രത്യേക രേഖ തന്നെ ശാസ്ത്രജ്ഞന്മാർ പുറത്തിറക്കി. ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത ധാരാളം കാര്യങ്ങൾ സ്ഥാനം പിടിക്കും എന്നുള്ളതാണ്. ഇതൊരു വളരെ സമയമെടുക്കുമ്പോൾ ഡിബേറ്റ് ആയതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും പറഞ്ഞു പോകാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഇതൊക്കെ പറയുമ്പോഴും കേരളം എന്താണ് PM-ശ്രീ അംഗീകരിച്ചു, NEP അംഗീകരിച്ചു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ചോദ്യം ചോദിക്കുന്നു. ഞാൻ പറയുന്നത്, ഇപ്പോൾ തമിഴ്നാട് പോകുന്ന പോലെ നിയമ പോരാട്ടത്തിനൊന്നും നമ്മൾ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിട്ടില്ല, പോയിട്ടില്ല അല്ലേ? തമിഴ്നാടിനൊരു പ്രശ്നമുണ്ട്, കാരണം തമിഴ്നാടിന് ഹിന്ദി ഭാഷയായിട്ടൊരു പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടിന് ഹിന്ദി ഭാഷയായിട്ടൊരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത് എടുക്കാതെ ഈ പഴയ കാലവുമായി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അടിസ്ഥാന ചോദ്യം. അത് അംഗീകരിച്ചു എന്നല്ല. ഇപ്പോൾ ഹിന്ദി ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല തമിഴ്നാടിന്റെ വിയോജിപ്പ്, അല്ലെ, തമിഴ്നാട് വിദ്യാഭ്യാസ നയത്തെ മൊത്തത്തിൽ. ഓക്കെ, ഞാൻ ഡോക്ടർ ബിന്ദു, അപ്പോൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷയ വിദഗ്ധർ തീരുമാനിച്ച് കുട്ടികൾ പഠിക്കുന്ന കണ്ടന്റ് മുഴുവൻ നാളെ മാറുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ NEP നടപ്പായാൽ, ഇപ്പോൾ PM-ശ്രീയിൽ 15,000-ഓളം സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ അത് ഈ 2027 തീരുകയാണ് അല്ലേ? ഒരു തിരുത്തുണ്ട്, ധാരാളം മാറിയിട്ടുണ്ട് കേട്ടോ. നാളെ മാറുമോ എന്നുള്ളതല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത് മാറിയിട്ടുണ്ട്. ഓക്കെ, അല്ല, എൻ്റെ ചോദ്യം അതല്ല. ഞാനിപ്പോൾ ഈ NEP-യുടെ പേപ്പർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, വായിച്ചു നോക്കുമ്പോൾ ഈ കരിക്കുലത്തിലെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് കേന്ദ്ര സംസ്ഥാനം കൂടെ ആലോചിച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പറയുന്നു എന്നല്ലാതെ നാളെ നേരിട്ട് കേന്ദ്രം താല്പര്യപ്പെടുന്ന തരത്തിൽ നമ്മുടെ പാഠ്യപദ്ധതി അടക്കം മാറുമോ? വിദ്യാഭ്യാസ മേഖലയാണ്, ബേസിക്കലി നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ അധികാരമുള്ള ഏരിയയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കും, അതോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? കേരളത്തിന് തീരുമാനിക്കാൻ പറ്റുമോ കേരളത്തിലെ കുട്ടികൾക്ക് എന്ത് പഠിക്കണമെന്ന്? ഈ ചോദ്യത്തിന് മുന്നേ നമ്മൾ കേരളത്തിലെ NEP PM-ശ്രീ നടപ്പാക്കുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം 2023 കേരള കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഫസ്റ്റ് സെന്റൻസ് ആണ് ഞാൻ വായിക്കുന്നത്. അതിൻ്റെ അകത്ത് 1.2 ദ കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം എന്താണ്, നമ്മൾ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ടായ പശ്ചാത്തലം എന്താണെന്ന് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയണത് കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 വികസിപ്പിക്കുന്നതിന്റെ പ്രധാന പശ്ചാത്തലം ദേശീയ വിദ്യാഭ്യാസ നയം 2020 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 2025 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ തുടർച്ച എന്ന നിലയിലാണ് എന്ന് പറഞ്ഞ കേരള പാഠ്യപദ്ധതി ഡോക്യുമെന്റ് ആണിത്. ഈ ഡോക്യുമെന്റിൽ പറഞ്ഞു കഴിഞ്ഞു കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് കേരള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ തുടർച്ചയാണ്. അത് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഓൾറെഡി ആന്തരികമായി എല്ലാ കാര്യങ്ങളെയും NEP അലൈൻ ചെയ്ത് കേരള ഗവൺമെന്റ് കേരള പദ്ധതി ചട്ടക്കൂടിലൂടെ തുടങ്ങിക്കഴിഞ്ഞു. രണ്ടാമത്തത് പുറമെയുള്ള കേരളത്തിലെ BJP സർക്കാർ നടപ്പാക്കുന്ന പാഠ്യപദ്ധതി പാർലമെന്റിൽ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിന് ഘടകവിരുദ്ധ ആ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പാർലമെന്റിനകത്ത് ഡോക്ടർ ബിന്ദു പറയട്ടെ. ഉത്തരവുണ്ട്, 21 അപ്പോൾ എനിക്ക് അടിസ്ഥാനപരമായി ചോദിക്കാനുള്ളത്,
നാളെ കേന്ദ്ര സർക്കാർ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള രാഷ്ട്രീയം താല്പര്യപ്പെടുന്ന തരത്തിലുള്ള കോണ്ടന്റ് നമ്മുടെ പുസ്തകത്തിലേക്ക് കയറി വരുമോ ഇല്ലയോ? ഇല്ല. NEP-യുടെ ഏറ്റവും വലിയ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇത്രയും ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു നാഷണൽ കരിക്കുലം അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇല്ല. ഓരോ സംസ്ഥാനത്തിനും അവരുടെ കൾച്ചറൽ കോണ്ടക്സ്റ്റിനനുസരിച്ച് പാഠ്യപദ്ധതി ഫ്രെയിം ചെയ്യാം ഉം. എന്ന് NEP-യിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് കേരള ഗവൺമെന്റ് അതിന്റെ പാഠ്യപദ്ധതി ഫ്രെയിം ചെയ്തിരിക്കുന്നത്. പക്ഷേ NEP-യുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട്, എന്താണ് ഈ ചട്ടക്കൂട് എന്ന് പറയുന്നത്? NEP എൻവിഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഇന്ത്യയെ, റൈസിംഗ് ഇന്ത്യ അല്ലെങ്കിൽ ഉണർന്ന ഭാരതത്തിലേക്ക് അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്ന ഭാരതത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മൊത്തം കുട്ടികളെയും തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കാണത്. ഇനി ഇതിൽ വേറൊരു പോയിന്റ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ NEP-യെ കുറിച്ച് ആദ്യം താങ്കൾ പറഞ്ഞതിൽ തന്നെ NEP-യെ കുറിച്ച് അല്ലെങ്കിൽ PM ശ്രീയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ആധികാരികമായ ചർച്ചകളും നടത്താതെയാണ് ഇതിനെ ബ്ലൈൻഡായിട്ട് നമ്മൾ എതിർക്കുന്നത്. 2, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എതിർക്കുന്നതെന്ന് പറയുമ്പോൾ അത്തരം ചർച്ചകൾ ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. ചർച്ചകൾ നടത്തേണ്ടത് ആരാണ്? ആക്ച്വലി ഈ NEP-യെ കുറിച്ച് അല്ലെങ്കിൽ PM ശ്രീ ഇതെല്ലാം ബന്ധപ്പെടുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി NEP-യെ കുറിച്ച് കേരള ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. പകരം 1-2 ആൾക്കാർ ഇത്തരത്തിലുള്ള പദ്ധതിക്ക് നേരത്തെ ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞൊരു കാര്യം, ഇപ്പൊ NEP വരുമ്പോൾ അതെന്താണ്, അതിന്റെ കൺസേൺസ് എന്താണ്, സംസ്ഥാനത്തിന് എന്താണ് പറയേണ്ടത്, എല്ലാം ചേർന്നിട്ടാണോ നമ്മൾ അവസാനം ഈ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിരിക്കുന്നത്? എത്രമാത്രം ആൾക്കാരിൽ നിന്ന് ആശയം രൂപീകരിച്ചിട്ട് സർക്കാരുകളുമായി, ഗവൺമെന്റിന്റെ തന്നെ വെബ്സൈറ്റ് ആയിരുന്നു. അല്ല, വെബ്സൈറ്റ് ഓപ്പൺ ആവുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും എന്താ പറയാ, അവിടെ വരുന്ന ആളുടെ അഭിപ്രായം പറഞ്ഞു പോകും എന്നല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള കൺസേൺസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, specific ആയിട്ട് ഒരു സെക്കൻഡ് മാഡം ഒരു സെക്കൻഡ്, ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതല്ല, ആ. കൺസൾട്ടേഷൻസ് നടന്നിട്ടുണ്ട്. ആ. ഒരുപാട് വിയോജിപ്പ്, ഡിസന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിസന്റ് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സിന്റെ ഭാഗമായ ഒരു കൺസെൻസസിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല. അതല്ലേ മൗലികമായ പ്രശ്നം. ഇപ്പൊ മാഡം സൂചിപ്പിച്ച ഫ്ലെക്സിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പൊ നിലവിലുണ്ടായിരുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നതാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സംസ്ഥാന വിദ്യാഭ്യാസത്തിന് ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പൊ NCERT-യുടെ ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും നാഷണൽ ടെക്സ്റ്റ് ബുക്സ്. ആ ടെക്സ്റ്റ് ബുക്സ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൂടി ചേർക്കാമെന്നുള്ളതല്ലാതെ നേരത്തെ ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടായിരുന്നു. ആ ഫ്രെയിംവർക്കിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേക സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തിക്കൊണ്ട് നമുക്കൊരു ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കാമായിരുന്നു. ഇപ്പൊ ടെക്സ്റ്റ് സ്വാതന്ത്ര്യം പോയോ? ആ സ്വാതന്ത്ര്യം പോയോ? ഫ്ലെക്സിബിലിറ്റി ഇപ്പോഴും ഇല്ല. അതാണ് പ്രശ്നം. അല്ല, ഞാൻ ചോദിക്കുന്നത് NEP ഡോക്യുമെന്റ് വായിച്ചാൽ ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നാണ് മനസ്സിലായത്. അവിടെയാണ് ഒരു സെക്കൻഡ്, അവിടെയാണ് ഞാൻ പറഞ്ഞത്. വളരെ ലോകരാജ്യങ്ങളിൽ ആകെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വികേന്ദ്രീകൃത സ്വഭാവത്തിലാണ് പാഠ്യപദ്ധതികൾ തയ്യാറാക്കുന്നത്, വികസിത രാജ്യങ്ങളിലടക്കം. ഇവിടെ ഒരു നാഷണൽ ഫ്രെയിംവർക്ക് നിലവിലുണ്ട്. ആ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അതിൽ ഗുണപരമായ അംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടേതായ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ NCERT തയ്യാറാക്കുന്ന നാഷണൽ ടെക്സ്റ്റ് ബുക്സ് ആണ് അഡോപ്റ്റ് ചെയ്യപ്പെടേണ്ടത്. അതിൽ നമ്മുടേതായ കാര്യങ്ങൾ കൂടി ചേർക്കാമെന്നുള്ളതല്ലാതെ ടെക്സ്റ്റ് ബുക്ക് NCERT പ്രിപ്പയർ ചെയ്യുന്നതാണ് നാഷണൽ ടെക്സ്റ്റ് ബുക്ക്. ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അവിടെയാണ് പ്രശ്നം. അതായത് നേരത്തെ പറയുന്നതിനകത്തൊരു വസ്തുതാപരമായ പ്രശ്നമുണ്ട്. ഈ ഇന്ത്യയിൽ PMC നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചിട്ട് ഈ വർഷം 2025 പാർലമെന്റിൽ ലോക്സഭയിൽ ഒരു സഭയിൽ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുണ്ട്. അതിനകത്ത് 31 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കേരളം ആ ലിസ്റ്റിൽ ഇല്ല. അവിടെ ആ നേരത്തെ കാര്യം മനസ്സിലാക്കുന്ന പ്രകാരം കേരളം, തമിഴ്നാട്, ബംഗാൾ, പഞ്ചാബ്, അത് കേന്ദ്രത്തിന്റെ മന്ത്രി തന്നെ ആധികാരികമായി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ അതിനകത്തൊരു നോമോ ഡിബേറ്റ് ഞാൻ കാണിച്ച ഉത്തരം 31. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെയും ലോകത്തിലെയും വളരെ പ്രശസ്തരായ 100 ഗണിത ശാസ്ത്രജ്ഞന്മാർ കത്തെഴുതി. അടുത്ത കാലത്ത് ആർക്ക് കത്തെഴുതി? എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിക്ക് അവർ എഴുതിയിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ കണക്കിനകത്ത് നിങ്ങൾ ഇത് മായം ചേർക്കുകയാണ്. കണക്കിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയക്കാരും പറയുന്നതല്ല, വളരെ ബ്രില്യൻ്റ് ആയിരിക്കുന്ന ഇന്ത്യയിലെ എണ്ണം പറഞ്ഞിരിക്കുന്ന ലോകോത്തര നിലവാരമുള്ള ഗണിതശാസ്ത്രജ്ഞന്മാരാണ്. അപ്പൊ ഇവർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവരിപ്പോൾ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല,
ഇവർക്ക് ഒരു ചില കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകളിലേക്ക് രാജ്യത്തെ വലിച്ചിഴക്കാൻ വേണ്ടിയുള്ള വളരെ അപകടകരമായ ശ്രമമാണ്. ഓക്കെ, അതിലിപ്പോൾ താങ്കളുടെ പോയിന്റ് പൂർത്തിയാക്കും. ഞാനോട് ആഡ് ചെയ്ത് ചോദിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം തന്നെ നമ്മുടെ 10ാം ക്ലാസ് 11ാം ക്ലാസ് ഹിന്ദി ഹിസ്റ്ററി പാഠപുസ്തകത്തിനൊക്കെ പുറത്തായ പലതുമുണ്ട്. എന്താണ് റൈസ് ഓഫ് ഇസ്ലാം, പാർട്ടീഷൻ, ഇതൊന്നും പഠിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊന്നും പഠിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുക? നാളെ അപ്പോൾ അതങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടല്ലോ ഏതോ തലത്തിൽ. അപ്പോൾ ഇപ്പോൾ പാഠപുസ്തകങ്ങൾ അന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ പുറത്താക്കപ്പെടാം, എന്തൊക്കെ കൂട്ടിച്ചേർക്കപ്പെടാം എന്നൊരു ആശങ്കയുണ്ട്. ഇപ്പോൾ ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ പോലെ NCERT തയ്യാറാക്കുന്ന ബേസിക് ഡോക്യുമെൻ്റ് അതിനോട് എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം എന്നല്ലാതെ NCERT തയ്യാറാക്കുന്നതാണ് അതിൻ്റെ ബേസിക് കോണ്ടന്റ് എന്നാണ് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ 2023 പാഠ്യപദ്ധതി പ്രകാരമാണ് കേരളത്തിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പൊ ഫ്രെയിം ചെയ്തത്. 2023 ടെക്സ്റ്റ് ബുക്കുകൾ ഫ്രെയിം ചെയ്തതെങ്കിൽ 2023 ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഈ പറയുന്ന രീതിയിലുള്ളത് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ പാഠ്യപദ്ധതി SCERTയുടെ നേതൃത്വത്തിൽ ഗവേഷണ വിദഗ്ധരായ അധ്യാപകർ. അല്ല, അതിന്റെ കാരണം ഇപ്പോൾ ഇവർ പറയുന്ന പോലെ NEP പൂർണ്ണമായിട്ടും കേരളം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് വരില്ലേ? NEP പൂർണ്ണമായും അംഗീകരിച്ചു എന്നതിന്റെ ക്ലാരിഫിക്കേഷൻ. ആ. ഞാൻ ഗവൺമെന്റ് പക്ഷേ ഇത് എല്ലാവരും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളാണ്. രണ്ടുപേര് പാർലമെന്റ് അംഗങ്ങളാണ്, ഒരാൾ നല്ല അക്കാഡമിഷ്യനാണ്. അയ്യപ്പദാസ്, നമുക്ക് ഇനിയും ബോധ്യപ്പെടാത്ത ചില ഞാൻ LDF ഗവൺമെന്റ് ഈ കാര്യത്തിൽ ന്യായീകരിക്കുന്നയാളല്ല. പക്ഷെ മാഡം പറഞ്ഞത് ഒരു ഭയങ്കരമായി മിസ്ലീഡ് ചെയ്യുന്ന കാര്യമാണ്. NEP പൂർണ്ണമായും നിരാകരിച്ചിട്ടില്ല. NEPയുടെ പല വ്യവസ്ഥകളും കേരള ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 6ാമത്തെ വയസ്സിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എത്രയോ കാര്യങ്ങൾ ഇത് മാൻഡേറ്ററി ആക്കുന്നു എന്നുള്ളതാണ്. 4 വർഷ ഡിഗ്രി. അതെ, നിങ്ങൾ PM ശ്രീ പദ്ധതി പോലെയുള്ള ചില ചരടുകളിലൂടെ നിർബന്ധിതമായി സംസ്ഥാനങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. ഇത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല. ഇതിന്റെ കണ്ടന്റ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഗുണകരമായ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഇവിടെ ചെയ്യുന്നത് PM ശ്രീ പോലെയുള്ള ഇനി ഇതുപോലെ ധാരാളം വരും. ഈ സ്കീംസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇത് അനുവദിച്ചില്ലെങ്കിൽ, നടപ്പാക്കിയില്ലെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് ലഭിക്കില്ല എന്ന് പറയുന്നത് എന്ത് ഫെഡറൽ ജനാധിപത്യം? ശ്രീ പ്രേമേന്ദ്രൻ, നമ്മുടെ നാട്ടിൽ തന്നെ പല സ്കൂളുകളും ഇപ്പോൾ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ട്രാവൽ വരുമ്പോൾ പല സ്കൂളുകളുടെയും ബോർഡിൽ കാണാം PM ശ്രീ നടപ്പാക്കിയ സ്കൂൾ തന്നെ ഉണ്ട്. അതായത് ഈ PM ശ്രീയുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈഫ് ഭവന പദ്ധതിയിൽ കേരളം എടുത്ത വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാട് ഞാൻ വിശ്വസിക്കുന്നത് ആരെങ്കിലും പേരെഴുതി എൻ്റെ മുന്നിൽ വെക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ പറ്റില്ല. അതൊരാളുടെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്, കൈയടിക്കേണ്ട വിഷയമാണ്. പക്ഷേ PM ശ്രീ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതി വയ്ക്കും, സർവശിക്ഷ അഭിയാൻ എന്ന് എഴുതി വയ്ക്കും, തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വയ്ക്കും. അതുപോലെ PM ശ്രീ എന്ന് എഴുതി വെക്കുന്നതിനെ അതിനെ അടക്കമാണ് നിങ്ങൾ എതിർക്കുന്നത് ശ്രീ സന്തോഷ് കുമാർ. ആരാണ് അങ്ങനെ ഇന്ന് ഈ ചർച്ചയുടെ ഈ കേരളത്തിൽ ഇടക്കാലത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു തെറ്റിദ്ധാരണയാണത്. ഈ പേരെഴുതി വെക്കുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോവിഡിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കൊണ്ട് നമ്മളെല്ലാവരും നടന്നല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ അതിനേക്കാൾ വലുതുണ്ടോ? ഇപ്പൊ അത് എല്ലാവരും പോക്കറ്റ് കിടക്കുന്നതാണ്. ഇപ്പൊ ഏതെങ്കിലും സ്കൂളിന്റെ മുമ്പിൽ ഇപ്പൊ PMC പ്രധാനമന്ത്രി എഴുതി വെച്ചാൽ ഇപ്പം അത്തരം പ്രശ്നങ്ങളെ അല്ല ഇതിന്റെ നിങ്ങൾ ഇതിനെ മെറിറ്റിൽ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടെന്നേ. നമ്മുടെ സ്കൂളിന്റെ ബോർഡിലെ NCC, NSS തുടങ്ങി എന്തൊക്കെ പ്രോജക്ട്സ് എഴുതി വെക്കുന്നു. അതുപോലെ PM ശ്രീ എന്നൊരു ചെറിയ ബോർഡ് വന്നാൽ എന്താ പ്രശ്നം? നിങ്ങൾ ആ വിയോജിപ്പ് ഏറ്റവും കൂടുതൽ പറയുന്നത് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും മമതാ ബാനർജിയുമാണ്. കേരളത്തിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒബ്ജക്ഷൻ കേരളം പറഞ്ഞ പ്രധാനപ്പെട്ട വിയോജിപ്പ് ഇതുമായി ബന്ധപ്പെട്ടല്ല, പേരുകളുമായി. അതായത് നിങ്ങൾ എന്ത് പഠിപ്പിക്കണം തീരുമാനിക്കുകയും നിങ്ങൾ ഒരു കാലഘട്ടം നാളെയുള്ള ഒരു പഠിക്കേണ്ടെന്ന് തീരുമാനിക്കുകയും ഫോർ ഇഷ്യൂ ആണ്. ഈ വിഷയത്തെ അതിന്റെ ഒപ്പം തന്നെയാണ് ഈ പ്രശ്നം പറയുന്നത്. ഈ വിഷയത്തെ അങ്ങ് ബോധപൂർവം അല്ലാതെയോ ഈ പേരെഴുതി വെക്കലിലേക്ക് ചുരുക്കാണ്. അപ്പൊ ആളുകളിരിക്കും പ്രധാനമന്ത്രിയുടെ പേരെഴുതി വെച്ചാലോ ഫോട്ടോ എഴുതി വെച്ചാലോ എന്താണെന്നാണ്. അങ്ങനെയല്ല പക്ഷെ ഞങ്ങൾ ശ്രമിക്കുന്നത്. PMC എന്ന് പറയുന്നത് NEPയുടെ ഒരു ഷോക്കോസ് പ്രൊജക്ട് ആണ്. അത് അതിന്റെ രേഖക്കകത്ത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. NEP എതിർക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന, അതിന്റെ ഒരു ഷോർട്ട് കട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ് ആയിരിക്കുന്ന PMC എതിർക്കാൻ ഈ 15,000-ഓളം നമുക്ക് 2022-2027 കാലഘട്ടത്തിൽ 15,000-ഓളം സ്കൂളുകളാണ് രാജ്യത്താകെ നടപ്പാക്കുന്നത്. അതൊരു 13,000-ലധികം സ്കൂളുകൾ നടപ്പാക്കി കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഡാറ്റ മനസ്സിലാകുന്നത്. അതിലാണ് ഞാൻ ഈ പറഞ്ഞ കേരളത്തിലെ സ്കൂളുകളുള്ളത്. മീൻസ് ഇവർ PMC നടപ്പാക്കി, അതുവഴി ആ സ്കൂളുകൾ NEP നടപ്പാക്കിയെന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ അപ്പോൾ അതിന്റെ കരിക്കുലം മാറിയോ? ഏത് സ്കൂളാണ് എനിക്ക് മനസ്സിലായത്? നമുക്ക് സംശയമുണ്ടോ? ഞാൻ ഇന്നലെ ട്രാവൽ വരുമ്പോൾ തന്നെ PM ശ്രീ ബോർഡ് വെച്ച സ്കൂൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, PMC നടപ്പാക്കിയതിനെ സംബന്ധിച്ചിട്ട് 21/7 ശ്രീ പ്രേമചന്ദ്രന്റെ അടുത്ത സഹപ്രവർത്തകനായിരിക്കുന്ന കൊടുക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിന് പാർലമെന്റിൽ കൊടുത്ത ഉത്തരവുണ്ട്. അവ എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല.
ഒന്നുമില്ല. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം, ഡേറ്റും നമ്പർ ഉൾപ്പെടെ. അതിൽ നോക്കൂ, ഞാൻ കാണിച്ചു നമുക്ക് ഇവിടെ ഇതിൽ പല കാര്യങ്ങളും ആളുകൾക്ക് ആ പോയിന്റ് എടുക്കുക, ബാക്കി നമ്മൾ ആലോചിച്ചൊരു നിഗമനത്തിൽ എത്താൻ എന്നുള്ളത് സാധിക്കുള്ളൂ. ഞാൻ എന്തിനാണ് പാർലമെന്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരത്തെ മിസ്ലീഡ് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല ചെയ്യാൻ പറ്റില്ല നമുക്ക്, കാരണം അതാണല്ലോ ഏറ്റവും എന്താ പറയുക വിശ്വസനീയം, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണല്ലോ ആ ഉത്തരം. അല്ല, അപ്പോൾ ഒരു ചോദ്യം കൂടെ, ഉപചോദ്യം. അത് കേരളത്തിൽ എത്ര സ്കൂളുകൾ ഇപ്പോൾ PMC നടപ്പാക്കിയിട്ടുണ്ട്? കേരളത്തിൽ കേന്ദ്ര വിദ്യാലയങ്ങളിലാണ് PM3 നടപ്പാക്കിയിരിക്കുന്നത്. Okay. KV-യിൽ ഇവിടെ എറണാകുളത്ത് KV-യിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിനെ രാഷ്ട്രീയപരമായിട്ട് കാണാതെ, ഞാനൊരു അക്കാഡമിഷ്യനാണ്, ഞാൻ ആ പെർസ്പെക്റ്റീവ്സിലാണ് കാണുന്നത്. കേരളത്തിലെ സ്കൂളുകളിലെ പല പ്രവർത്തനങ്ങളും എടുത്താൽ, ഇപ്പോൾ വർണ്ണക്കൂടാരം, അല്ലെങ്കിൽ പ്രവേശനത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, മാത്സ് തിളക്കം, മലയാള തിളക്കം, ഇങ്ങനെ പല പരിപാടികളും കേരള ഗവൺമെന്റ് SCRT, SSK എല്ലാം നടപ്പാക്കുന്നുണ്ട്. ഇതൊക്കെ NEPയിൽ പറഞ്ഞിരിക്കുന്ന കോർ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് എടുത്തതാണ്. ഓക്കെ, ആന്തരികമായിട്ട് കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റും അത് ഈ കുട്ടികളുടെ ഇവരിത് സമ്മതിക്കാൻ പഠിക്കുന്നതാണോ? എഡ്യൂക്കേഷന്റെ അല്ല, ഇത്രയും കാര്യം ചെയ്തു. ഞാൻ മറ്റൊരു നേരത്തെ സംബന്ധിച്ചു, കേന്ദ്രീയ വിദ്യാലയത്തിന് കേന്ദ്രീയ വിദ്യാലയം എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര കേന്ദ്രീയ വിദ്യാലയം ഉണ്ട്? എത്ര കുട്ടികൾ ആണ് പഠിക്കുന്നു? ഇതിന്റെ അടിസ്ഥാനം കേന്ദ്രീയ വിദ്യാലയം നടപ്പാക്കിയതാണോ? അല്ല, വേറെ സ്കൂളിന്റെ പേര് എന്നാ, വേറെ സ്കൂളിന്റെ പേര് പറ. അതെനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ള കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇപ്പൊ പറഞ്ഞപ്പോ തൊടുപുഴയിൽ ഇപ്പൊ വെരി റീസെന്റ് ആയിട്ട് ഒരു കേന്ദ്രീയ വിദ്യാലയം തുടങ്ങി. ഇപ്പൊ ക്വാളിറ്റി ഡയമെൻഷനിലാണ് ഞാൻ ഈ PM3 കാണുന്നത്. കാരണം PM3 വഴി ഇഷ്ടം പോലെ ഫണ്ട് ഒരു സ്കൂളിന് കിട്ടുന്നു. ഒരു സ്കൂളിനെ സംബന്ധിച്ച് അതിന് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറിനോടൊപ്പം തന്നെ കുട്ടിയെ ഈ അറിവിന്റെ ലോകത്തേക്ക് എക്സ്പോസ് ചെയ്യാനുള്ള എത്ര കിട്ടും? ഇഷ്ടം പോലെ പറയുമ്പോൾ എത്ര കിട്ടും ഒരു കൊല്ലം? 1 കോടിയോളം ഫണ്ട് ഒരു സ്കൂളിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഒരു കൊല്ലമല്ല 5 വർഷത്തെ പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് സംസ്ഥാന വിഹിതം എത്രയാണ്? ഞാൻ പറയട്ടെ. മാഡം, അങ്ങനെ പറയാതെ നമ്മളൊരു ഒരു- ഇഷ്ടം പോലെ ഒന്നും ഇല്ല. ഒരു സ്കൂളിന് ഒരു വർഷം ശരാശരി കിട്ടുന്നത് 1.88 ലക്ഷം രൂപയാണ്. 5 വർഷം കൊണ്ട് 1.5 കോടി മുതൽ 2 കോടി വരെ കിട്ടും. പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 വർഷം കൊണ്ട് കിട്ടും. ഈ 5 വർഷം കൊണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കരിക്കുലം ഡിറ്റർമിൻ ചെയ്യാനുള്ള നമ്മുടെ അവകാശം. 40% സ്റ്റേറ്റ് കൊടുക്കും. ഫീസ് 60-40 ആണ് അതിന്റെ. 60-40 ആണ്. അത് പറയണം. ഫീസ് റെഗുലേറ്റ് ചെയ്യാനുള്ള അവകാശം. ഓക്കെ, ഞാൻ പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഈ അവകാശങ്ങൾ മുഴുവൻ സറണ്ടർ ചെയ്യുന്നത് ഈ അതിനേക്കാൾ എത്രയോ കോടി രൂപ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശാക്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെലവാക്കി. ഓക്കെ. അപ്പൊ എത്ര വിചിത്രമായിട്ടുള്ള നിലപാടാണ്. പക്ഷെ വളരെ ഒരു ആപൽക്കരമായിട്ടുള്ള സൂചന, ഇത് 2027 കൊണ്ട് അവസാനിക്കില്ല. ഈ ഞാൻ നേരത്തെ മാഡം വീണ്ടും അത് മിസ്ലീഡ് ചെയ്യാൻ തെറ്റിദ്ധരിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. വർണ്ണക്കൂടാരം ഒരു സ്കൂളിൽ നടപ്പാക്കിയാൽ 10 ലക്ഷം രൂപ കിട്ടും. നടപ്പാക്കുന്നുണ്ട്. അത് പൂർണ്ണമായും നിരാകരിക്കുകയല്ല. പക്ഷെ ഇത് കമ്പൽസറി ആയി നടപ്പാക്കണമെന്ന് മാൻഡേറ്ററി ആയിട്ടുള്ള വ്യവസ്ഥ കൊണ്ടുവരാൻ നിങ്ങൾ പല പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. അതിലൊന്നാണ് ഈ PM3. ഓക്കെ. സമാന സ്വഭാവത്തിൽ ഇനിയും വരും. അതിനെയാണ് പ്രധാനമായും എതിർക്കുന്നത്. അപ്പോൾ നമുക്ക് എത്താവുന്ന ഒരു ബേസിക് അഗ്രിമെന്റ് എന്ന് പറയുന്നത് NEP, ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് കേരളം പൂർണ്ണമായി തള്ളിയ ഒന്നല്ല. അതിലെ പോസിറ്റീവ്സ് പലതും നമ്മുടെ സ്കൂളുകളൊക്കെ ഇപ്പോൾ നടപ്പാക്കി വരുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഈ സംവിധാനത്തിനകത്ത് ഈ ഒരു പോളിസി കംപ്ലീറ്റ് തല്ല എന്ന് പറഞ്ഞാൽ, ഈ NEP വരുന്നതിന് മുമ്പ് ഈ പ്രീ പ്രൈമറി മേഖലയ്ക്ക് നമ്മുടെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മൾ റൂസ പ്രൊജക്ട് യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കിയിരുന്നു. പിന്നെ അത് PM ഉഷയായി. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നമ്മുടെയൊക്കെ കാലത്ത്, നിങ്ങളുടെയൊക്കെ കാലത്ത് 10ാം ക്ലാസ്സിലെ റിസൾട്ട് എത്രയായിരുന്നു? എത്ര ശതമാനം ആയിരുന്നു കുട്ടികൾ ജയിച്ചുകൊണ്ടിരുന്നത്? ഇന്ന് എത്ര കുട്ടികളാണ് ജയിക്കുന്നത്? ജയിക്കേണ്ടെന്നല്ല പറയുന്നത്. ആ കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ അവർ മറ്റ് പ്രവേശന പരീക്ഷകളിലോ മറ്റിടങ്ങളിലോ ഒക്കെ ബുദ്ധിമുട്ട് പോവാണ്. അവർക്ക് മലയാള ഭാഷ പോലും നന്നായിട്ട് എഴുതാനോ സംസാരിക്കാനോ അവസ്ഥയുണ്ട്. നമ്മൾ റിയാലിറ്റി ആയിട്ട് ഇവിടെ പഠന രീതിയിൽ വ്യത്യാസമുണ്ട്. PM3 എന്ന് പറയുന്നത് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ PM3 കുറിച്ചല്ല പറയുന്നത്, NEP-യുടെ പ്രൊഫഷനെ കുറിച്ചാണ്. പക്ഷെ അപ്പോഴും അല്ല, അതിന്റെ ഞാനിത് പറയുന്നതിന്റെ മറുവശം ഡോക്ടർ ബിന്ദുവാണ് ഉത്തരം പറയുന്നത്. അതായത് നാളെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ വിഭജനത്തെ കുറിച്ച് പഠിക്കേണ്ടതെന്ന് നമ്മുടെ സർക്കാർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ തീരുമാനം അതുപോലെ എന്തൊക്കെ ഉൾപ്പെടുത്തൽ ഇപ്പൊ തന്നെ നോക്കൂ. നമ്മൾ പള്ളികൾ മാന്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ RSS മേധാവി തന്നെ പറഞ്ഞു എല്ലാ പള്ളിയുടെയും അടിയിൽ പോയി മാന്തണ്ട എന്ന് പറഞ്ഞു. പോസിറ്റീവ്. പക്ഷേ അതുകൊണ്ട് അത് നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭൂതകാലം മുഴുവൻ വേറൊരു രൂപത്തിൽ പഠിച്ചാൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പലതും പാഠ്യപദ്ധതി പുറത്തേക്ക് പോകുന്നത്. ഇത് ആവർത്തിക്കില്ല എന്നും ഇത് തുടരില്ലെന്നും എന്താണ് ഉറപ്പ്? ഇല്ല, അവിടെ NEP-യിൽ കൃത്യമായിട്ട് പറയുന്നത് ഒരു കുട്ടിയെ നോളജിന് അടിമയാക്കുകയല്ല, പകരം കുട്ടിയിൽ 21st സെഞ്ച്വറി സ്കില്ലുകളായ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് പോലുള്ള സ്കില്ലുകളെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണ് ഒരു ഇപ്പം ഡിവിഷൻ അല്ലെങ്കിൽ വിഭജനം പഠിപ്പിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞ് ഒരു ആൾട്ടർനേറ്റ് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം
കുട്ടിക്ക് ഈ നോളജ് യുഗത്തിൽ സ്കോപ്പ് ഉണ്ട്, അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കാനുള്ള സ്കോപ്പ് ഏത് പഠിക്കണ്ടെന്ന് പറയുന്ന വഴിയോ? അത് ആ, ആ. തെറ്റായ ഒരു കാര്യം. ഇപ്പൊ ഞാൻ അതിന് ഇപ്പൊ NEP അങ്ങനെ പഠിക്കേണ്ടാന്നോ, ഫ്ലെക്സിബിലിറ്റി ഉള്ളിടത്തോളം കാലം ഈ പാർട്ടീഷൻ അല്ലെങ്കിൽ റൈസ് ഓഫ് മുസ്ലിം ഇസ്ലാം ഇൻ ഇന്ത്യ എന്ന ഭാഗം എന്തുകൊണ്ടാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത്? അത് എന്ത് തിയറിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് കുട്ടികൾ പഠിക്കേണ്ടത്? അല്ല, അതൊന്ന് ഡോക്ടർ വിശദീകരിക്കും. ഈ ഓരോ NEP പറയുന്ന ഫ്ലെക്സിബിലിറ്റി നാഷണൽ കരിക്കുലം വെച്ചിട്ട് NCERT പറയുന്ന ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വെച്ചിട്ട് ഒരു ഭാഗം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നത് NCERT അതിനെ ചാലഞ്ച് ചെയ്യപ്പെടണം, അങ്ങനെ ഒരു ഭാഗം പഠിപ്പിക്കുന്നുണ്ട എങ്കിൽ. പക്ഷേ ഞാൻ അക്കാഡമിഷ്യൻ എന്നുള്ളതിൽ എൻ്റെ ഒരു പോയിന്റ്, അത് പൊളിറ്റിക്സ് ആണ്. അതല്ല, ആ ചലഞ്ച് ചെയ്യപ്പെടണം. ആര് ചലഞ്ച് ചെയ്യും? ഇത് ഒഴിവാക്കിയുള്ള പാഠ്യപദ്ധതി എന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ടാണ് കുട്ടികളോ പാരന്റ്സോ കോടതി പോയി നേടിയെടുക്കണം. സ്റ്റേറ്റിന് ഫ്ലെക്സിബിലിറ്റി അല്ല, കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഈ വിദ്യാഭ്യാസത്തിൽ രാഷ്ട്രീയ താല്പര്യം കടന്നു വരുന്നത്. അവിടെയാണ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള കാര്യം എവിടെയാണ് ഇവിടെ ഡോക്യുമെന്റ്? വീണ്ടും വീണ്ടും മാഡം ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം പറയുന്നു. നിങ്ങൾ PM-ശ്രീ പദ്ധതിയിൽ എഗ്രി ചെയ്താൽ മാൻഡേറ്ററി ആണ് NEP ആസ് എ ഹോൾ നടപ്പാക്കണം. അല്ല, അത് ശരി ശ്രീ പ്രേമേന്ദ്രൻ, അത് നടപ്പാക്കുന്നതുകൊണ്ട് നാളെ തൊട്ട് NCERT-യുടെ പാഠ്യപദ്ധതിയാണ് ഇവിടെ എന്നുള്ളത് ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് അവിടെയാണല്ലോ നമ്മൾ ഈ ഫ്ലെക്സിബിലിറ്റി ഉപയോഗിക്കേണ്ടത്. അവിടെ ഇൻഡയറക്ട്ലി ഇമ്പോസ് ചെയ്യാണ്. ആ. അതാണ് ഞാൻ പറഞ്ഞത്. NCERT-യുടെ ടെക്സ്റ്റ് ബുക്സ് അവർ പ്രിപ്പയർ ചെയ്യുന്ന നാഷണൽ ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കും ഇനി മുതൽ ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ആ ചട്ടക്കൂട് മാറി NCERT ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ CBSE സ്കൂളിലെ പുസ്തകങ്ങൾ, അവിടുത്തെ സിലബസ്, കരിക്കുലം ഒക്കെ കേന്ദ്ര ഗവൺമെന്റും NCERT അടക്കമുള്ളവ തയ്യാറാക്കുന്നത് സമാനമായി സംസ്ഥാനത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സിലബസ്, കരിക്കുലം ഇത് മുഴുവൻ നിർബന്ധിതമായും പഠിപ്പിക്കാൻ നിർബന്ധിതമാകും. അവിടെയാണ് PM-ശ്രീ എതിർക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ. അപ്പൊ ആ NEP-യിലെ മുഴുവൻ വ്യവസ്ഥകളും നിർബന്ധിതമായി നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് PM-ശ്രീയിൽ ഒപ്പിടരുത് എന്ന് എല്ലാവരും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഈ താങ്കളെന്ന് ചോദിച്ചാൽ എന്താണ് ഇതിലെ പോസിറ്റീവ്? നമ്മൾ യോഗ പഠിപ്പിക്കണം. നമ്മുടെ സ്കൂളിൽ തന്നെ പലയിടത്തും ഇപ്പോൾ യോഗ പഠിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ ഓർമ്മശക്തിയുടെ തെളിവ്, തലേന്ന് രാത്രി വരെ പഠിച്ചു വെച്ചത് എഴുതി വെച്ചാൽ നിങ്ങൾ മിടുക്കനായി എന്നതിൽ നിന്ന് ഈ പരീക്ഷ രീതി മാറുകയാണ്. നിങ്ങളുടെ മാനസികവും ബൗദ്ധികവും ശാരീരികവുമായിട്ടുള്ള വളർച്ച തുടങ്ങിയിട്ട് പലതും നമ്മുടെ കരിക്കുലത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ കുറവായുള്ള പലതിനെയാണ് NEP അഡ്രസ് ചെയ്യുന്നതിന് പോസിറ്റീവ് വശമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ചോദ്യം അതല്ല. ഇപ്പൊ നമുക്ക് നാളെ നമ്മൾ ഇത് അംഗീകരിക്കുന്നില്ല എന്നിരിക്കട്ടെ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പാഠ്യപദ്ധതിയുടെ അതിന്റെ ഭാഗമല്ല കേരളത്തിലെ +2 കഴിഞ്ഞ വിദ്യാർത്ഥി എങ്കിൽ, മീൻസ് നിങ്ങൾ പഠിച്ചതിന് കേന്ദ്രത്തിന്റെ അംഗീകാരമില്ല. ഈ കുട്ടി +2 കഴിഞ്ഞൊരു ആവശ്യത്തിന് വിദേശത്തൊരു ജോലിയോ പഠനമോ ആവശ്യത്തിന് മുന്നോട്ട് പോയാൽ അവർ ബുദ്ധിമുട്ടില്ല. ഞാൻ ചോദിക്കുന്നത് അത് കേന്ദ്രം ഒരു വ്യവസ്ഥ വെക്കുന്നതിന്റെ നമ്മൾ അനുഭവിക്കാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അയ്യപ്പദാസ് 1968-ലെ ആദ്യ വിദ്യാഭ്യാസ നയം മുതൽ പിന്നീട് 86-ലെ നയവും പിന്നീട് ഈ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലിക അവകാശ കമ്പൽസറിയും ഫ്രീ ആക്കുന്ന ഉൾപ്പെടെയുള്ള ധാരാളം കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ധാരാളം പോസിറ്റീവായ കാര്യങ്ങൾ ആ നയങ്ങളിലൊക്കെ ഉള്ളതാണ്. അത് ഈ പുതിയ NEP-യുടെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കുന്ന വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ്. ഈ പുതിയ NEP എന്ന് പറയുന്നത് NEP ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ ബൈഹാർട്ട് ഈ പുതിയ ബോധന രീതികൾ എന്നൊക്കെ പറയുന്നത്. വളരെ ഈ ബോധന രീതികളെ കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകളും നിഗമനങ്ങളും ഒക്കെ നേരത്തെയുള്ള വിദ്യാഭ്യാസ നയങ്ങളിലൊക്കെ ഉണ്ട്. ഈ നയത്തെ എതിർക്കുന്നത് ഫണ്ടമെന്റലായ ചില വേറെ കാരണങ്ങൾ കൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു പരിപാടിയാണ് PM-C എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അത് കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. വഴങ്ങാത്തൊരു സംസ്ഥാനത്തെ അതിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുന്നു. അതാണ് നമ്മൾ എതിർക്കുന്ന ഒരു കാര്യം. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ വിദ്യാഭ്യാസ നയം രേഖ എടുത്ത് വായിച്ചു നോക്കിയാൽ, ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ രേഖ ഊന്നുന്നത് അധ്യാപകരിലാണ്. അവന്റെ ഡിഗ്നിറ്റി ഓരോരുത്തർ. അപ്പൊ അതിന്റെ ഒരു അതിന്റെ കേന്ദ്ര ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 25 കുട്ടിക്ക് ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാ. കേരളത്തിന് ബുദ്ധിമുട്ടായിരിക്കും നാളെ നടപ്പാക്കാൻ. കാരണം നമ്മുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് അത്തരം നിയമനം നടത്താനോ കൊടുക്കാൻ പറ്റുമോ അറിയില്ല. അയ്യപ്പദാസേ, നേരത്തെ ഒരു പ്രസക്തമായ ചോദ്യം ഈ ചർച്ചയിൽ ഉന്നയിച്ചു. നമ്മൾ ഒപ്പിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഈ SSA നടപ്പാക്കിയല്ലോ. 2009-ലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് SSA നിലവിൽ വന്നത്. അന്നും ഇതുപോലെ തന്നെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകൾ നിർബന്ധിതമല്ല. ഇനി 2018-19 നമ്മൾ വൊക്കേഷണലി ഹയർ സെക്കൻഡറി സ്കൂൾസ് മുഴുവൻ നാഷണൽ സ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഫ്രെയിംവർക്കിനകത്ത് വരണമെന്ന് വന്നു. എന്ത് മാറ്റം നമ്മുടെ വൊക്കേഷണൽ സ്കൂളുകൾ ഉണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നേരത്തെ ഇതൊന്നും നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്ന, ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UPA ഗവൺമെന്റിന്റെ കാലയളവിലും വിദ്യാഭ്യാസ രംഗത്ത് 86-ൽ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തെയും ഒക്കെ നമ്മൾ എതിർത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ നയത്തെ മുഴുവൻ നടപ്പാക്കാതിരിക്കുക എന്നുള്ളതല്ല. ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? പരോക്ഷമായി കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ട
വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെയും കരിക്കുലത്തിലൂടെയും കേരളമടക്കമുള്ള ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെയാണ് എതിർക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ NEP മുഴുവനായി നിരാകരിക്കണമെന്നോ അതിൽ നല്ല വശങ്ങളില്ലെന്നോ അല്ല സൂചിപ്പിക്കുന്നത്. അത് ടോട്ടൽ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇതൊരു ടൂളാണ് PM ശ്രീ പദ്ധതി. നിർഭാഗ്യവശാൽ ആ ടൂളിലാണ് അല്ലെങ്കിൽ ഗൗരവതരമായ അവധാനതയില്ലാതെ സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭ പോലും അറിയാതെ, മുന്നണി പോലും അറിയാതെ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ സന്തോഷ് കുമാറിന്റെ പാർട്ടി രണ്ടാമത്തെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടി പോലും അറിയാതെ ഏകപക്ഷീയമായി എന്തുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്ന ഒരു ചോദ്യമായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും നിലനിൽക്കുന്നു. ഞാൻ പറയാം അത് അദ്ദേഹം ചോദിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ ദിവസവും സംസാരിക്കുകയും ഇരിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. അവരാണ് രാജസ്ഥാനിൽ, അവരാണ് ഹിമാചലിൽ. അവരില്ലെങ്കിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ഞാൻ പറയുന്നത് മറ്റേ ഭാഗം എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്ത കേരളത്തിന്റെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ ഈ പറയുന്ന കാര്യം ആത്മാർത്ഥമാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെക്കാൾ അടുപ്പമുള്ള നേതാക്കന്മാർ നടപ്പാക്കി ഒപ്പിട്ട വന്നിരിക്കുന്നവരുണ്ട്. അവരോട് ചോദിക്കുന്നത് നല്ലത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, എനിക്ക് അത്ര ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഞാൻ പ്രത്യേകിച്ച് ഈ സമയത്തുകൊണ്ട് കൂടുതലേക്ക് പോകുന്നില്ല. മറ്റന്നാളേക്ക് പോകുമ്പോ കോൺഗ്രസ് നടപ്പാക്കിയത് കൊണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പാക്കിയത് കൊണ്ട് LDF ഭരിക്കുന്ന സംസ്ഥാനവും നടപ്പാക്കുന്നു. ആ ചോദ്യം എന്ന് പറയുന്നതിനകത്ത് ഒരു ഉത്തരം സ്വയം പറയുന്നതാണ്, ഇവിടെ നടപ്പാക്കിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞു. അതിനകത്ത് ഈ പറയുന്ന നിലപാടിന്റെ ആത്മാർത്ഥതയാണെങ്കിൽ അവിടെ ചോദിക്കണം. രണ്ടാമത്തെ കാര്യം, 15,000-ഓളം സ്കൂളുകള് ഈ ഗവൺമെന്റിന്റെ കാലത്ത് മേഡ ഇപ്പൊ പ്രതിനിധീകരിക്കുമ്പോൾ നയത്തിന്റെ കാലത്ത് ഇന്ത്യയിൽ പൂട്ടി. അതും പാർലമെന്റിന്റെ ഉത്തരവാണ്. നിങ്ങൾ ഈ ബാക്കിയെല്ലാം പറഞ്ഞല്ലോ, ഇതിന്റെ ഈ പ്രാതിനിധ്യം, സ്കൂളിന്റെ വളർച്ച, വികാസം എന്നൊക്കെ പറഞ്ഞല്ലോ. 15,000-ഓളം സ്കൂൾ, 14,000-ഓളം ഞാൻ പറയുമ്പോൾ എക്സാക്ട് നമ്പർ ഓർമ്മയില്ല. അതും പാർലമെന്റിന്റെ ഉത്തരവാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. നമുക്ക് ഇത് അവസാനത്തെ ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പാനലിസ്റ്റിനോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ആവാം 2-3 ചോദ്യങ്ങൾ. അതൊന്ന് തയ്യാറാവുന്ന സമയം കൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇതിലൊരു യഥാർത്ഥത്തിൽ ഡോക്ടർ ബിന്ദു ഒരു ഒളിച്ചു കടത്തൽ ഉണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. ഉദാഹരണത്തിന് PM ശ്രീയുടെ കേസിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഒപ്പിട്ടു, ആ കാര്യമൊക്കെ പുറത്തു വന്നു. അതാണല്ലോ ഇപ്പോൾ ഇവിടെ ഈ രണ്ട് പക്ഷത്തിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത്. തീർന്നില്ല. നമ്മൾ ഈ ലേബർ കോഡുകൾ വന്ന സമയത്ത് എന്താ അതിന് ചട്ടം ഉണ്ടാക്കിയപ്പോൾ എന്താ പറയുന്നത്? കേന്ദ്രത്തിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തു പോകില്ല എന്നുള്ള വിചിത്രമായിട്ട് മറുപടിയാണ് തരുന്നത്. അങ്ങനെയല്ലല്ലോ ഈ നാട്ടിൽ സംസാരിച്ച് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ആ ചട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിയമം നടപ്പാക്കുക എന്ന് ഒരു പക്ഷേ ഈ നാട്ടിലേക്ക് എത്ര പേർക്കറിയാം? നിയമം നടപ്പാക്കാൻ വേണ്ടിയാണ് ചട്ടം ഉണ്ടാക്കുന്നത്. അത് ചെയ്യുന്നത് പോലും ചിലർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചാൽ നടക്കുന്നു എന്നിടത്താണ് ഇതിൽ അപകടക്കേണി കിടക്കുന്നത്. നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ഇരുന്ന് എല്ലാം എന്താണ് കാഴ്ചയ്ക്ക് വിധേയമാണ്, നമ്മുടെ നിരീക്ഷണത്തിന് വിധേയമെന്ന് പറയും. ഒളിച്ചു നടക്കുകയാണ് പലതും. ഇല്ല, 2020 4 ലേബർ കോഡുകൾ നിലവിൽ വന്നതിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്യാനാണല്ലോ സംസ്ഥാന ഗവൺമെന്റ് ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. ആദ്യമായി ഇന്ത്യയിൽ ലേബർ കോഡ് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള കരട് ചട്ടങ്ങൾ രൂപീകരിച്ച് നിർമ്മിച്ച് ഇത് സംസ്ഥാന ഗവൺമെന്റാണ്, കേരളത്തിലെ ഗവൺമെന്റാണ്. എന്നിട്ട് നമ്മൾ എത്ര ബന്ദ് നടത്തി. ലേബർ കോഡുകൾക്കെതിരായി ബന്ദ് നടത്തുമ്പോഴും 2021 തന്നെ നിങ്ങൾ അവസാനിപ്പിച്ച് നമുക്ക് അതിലേക്ക് അല്ല. പക്ഷെ ഒരു കുഴപ്പം എന്താ അറിയോ? ഈ PM ശ്രീ എന്ന കേന്ദ്ര പദ്ധതിയോ ലേബർ കോഡ് എന്ന കേന്ദ്ര നിയമമോ വരുന്നതൊക്കെ ഒരേ റൂട്ടിലാണെന്നേ. അല്ല, നിങ്ങൾ നമ്മളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇതിന്റെ കാര്യങ്ങൾ. അത് അയ്യപ്പദാസിന്റെ ഒരു കൺവിക്ഷൻ. അതായത് PMC സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ എന്താണ് എമ്പതിനെ സംബന്ധിച്ച് ഓപ്പൺ ടു ഒരു പബ്ലിക് ഡൊമൈനിലെ സംഗതിയാണ്. നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് വീണ്ടും പറയുന്നത്. സന്തോഷം. അതിൽ CPI ഞാനൊരു CPI CPM തർക്കമേ അല്ല, അതിനെ കുറിച്ചേ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും കേരളത്തിന്റെ മുമ്പിലുള്ള കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ വീണ്ടും നിങ്ങളെ പഴയ ഉത്തരത്തിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ വീണ്ടും അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുതിയ കാര്യം എന്താ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് ഇപ്പൊ ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? PM ശ്രീ നല്ലതാണോ ചീത്തയാണോ? NEP നല്ലതാണോ ചീത്തയാണോ? അദ്ദേഹം എന്ത് പറയും? അദ്ദേഹം നമ്മുടെ ഓൺ റെക്കോർഡ് നമ്മുടെ മുന്നിൽ പറഞ്ഞില്ലേ, പണ്ട് അങ്ങനെ ആയിരുന്നു, ഞാൻ മനസ്സിലാക്കി, ഞാൻ തിരുത്തിയെന്ന് പറഞ്ഞില്ലേ. ഏറ്റവും ഒടുവിലത്തെ പൊസിഷൻ അതാണ്. അത് താങ്കൾക്ക് മാത്രം ബോധ്യമില്ലായിരിക്കും. ഞാൻ അപ്പൊ രാജസ്ഥാൻ മന്ത്രിയോട് ശ്രീ പ്രേമേന്ദ്രനോ VD സതീശനോ ചോദിക്കുന്നതിന് പകരം സ്മാരകത്തിൽ ഇരുന്നിട്ട് AKG സെന്ററിലേക്ക് വിളിച്ചു ചോദിച്ചാൽ മതി. രാജസ്ഥാൻ PM ശ്രീ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ PM ശ്രീ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ. അപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഈ ഒളിച്ചു കടത്തൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ PM ശ്രീക്ക് ശേഷം ലേബർ കോഡിന്റെ കേസിൽ സംഭവിച്ചതെന്താ? അപ്പൊ ആ മട്ടിൽ
ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. നമ്മുടെ ഈ കോർ ഇഷ്യൂവിലേക്ക് ലൈറ്റ് ഇടാതെ ഇങ്ങനെ ബാക്ക് ഡോർ ഓപ്പറേഷനിലൂടെയാണ് നിയമവും പലതും ഇവിടെ നടപ്പാക്കി പോകുന്നതെന്നുള്ള തോന്നലാണ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാവുക. ഇല്ല, ഒരു അക്കാഡമീഷ്യൻ, എഗെയിൻ ഞാൻ അക്കാഡമീഷ്യൻ എന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എപ്പോഴും പറയുന്നു, അങ്ങനെ ഒരു ഒളിച്ചു കടത്തൽ വിദ്യാഭ്യാസത്തിൽ പറ്റില്ല. കാരണം അവിടെ വളരെ ചിന്തിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിപ്പിക്കാനും കഴിവുള്ള അധ്യാപകരുള്ളിടത്തോളം കാലം ഒരു തരത്തിലുള്ള ഒളിച്ചുകടത്തലുകളും വിദ്യാഭ്യാസത്തിൽ നടക്കില്ല. വിദ്യാഭ്യാസ മേഖല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനിയും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, അതായത് സ്വപ്നങ്ങളെ ഇങ്ങനെ വിൽക്കുകയാണ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ടോ? ഇല്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 2024-25 675 ആദിവാസി കുട്ടികളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയത്. ഇപ്പൊ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ PM ശ്രീ എന്ന് പറയുന്നത് സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ, അക്കാഡമിക്സ്, അതിന്റെ എക്കോസിസ്റ്റം എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിന്ന് കേരളം മാറി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ ചെയ്ത പോലെ പല പുരോഗമനത്തെയും തിരിഞ്ഞു നോക്കി പിന്നെ നമുക്ക് ഈ പോയിന്റ് ഒന്ന് രണ്ട് എന്താ പറയുക ചോദ്യങ്ങൾ എടുക്കാം. മാഡം പേരൊന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഹലോ, എൻ്റെ പേര് സേതുലക്ഷ്മി. എനിക്ക് ആദ്യം തന്നെ CPIയോട് എനിക്ക് വളരെയധികം ആദരവും ഞാൻ അതിനൊരു പറയുന്നു. ലാസ്റ്റ് മൊമെന്റ് വരെ ഞങ്ങൾ നോക്കിയിരുന്നു. ബിനോയ് വിശ്വത്തിനൊരു സല്യൂട്ട്. കാരണം ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം, ചെറിയൊരു തടസ്സം പോലെ തോന്നി, കുഴപ്പമില്ല, പറഞ്ഞു. ബിനോയ് വിശ്വം ലാസ്റ്റ് നിങ്ങളുടെ CPI തീരുമാനിച്ചു. അപ്പോൾ അതിൽ നമുക്ക് PM ശ്രീന്ന് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ പൊളിറ്റിക്സ് പരമല്ല, അക്കാഡമിഷ്യനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് മാഡം. കാരണം ഞാൻ താറ, തറ, പാറ, പറ, പറവ എന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ ജാനുവരി 30 ഒരു മനുഷ്യന് വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഈ ഒളിച്ചുകടത്തലിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒരു മനുഷ്യന് വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ മൗനം പാലിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു റിലീജിയസ് ഫാനറ്റിക്കിൻ്റെ വെടിയേറ്റു വീണ ഗാന്ധിജിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഭയം, അതായത് ഇപ്പോൾ ഭയത്തിലാണ് എല്ലാ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഭയത്തിലാണ് എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ചരിത്രത്തിൽ പഠിച്ചിരിക്കുന്നത് ഔറംഗസേബ് റിലീജിയസ് ഫെനറ്റിക്, ദാരാ ഷൂജ ഇവരെല്ലാം കൊന്നിട്ട് അധികാരത്തിൽ എഴുത്തിയല്ലോ. പക്ഷെ ലാസ്റ്റ് അവർ റിപ്പൻഡൻസ് നടത്തി കുപ്പായം തൊപ്പിയെല്ലാം തുന്നി അവർ മാനസാന്തരത്തിലേക്ക് വന്നു എന്നാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ അവരുടെ പേരിലുള്ള ഔറംഗസേബിൻ്റെ റോഡ് മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഗാന്ധിജി വെറും പനി വന്നു മരിച്ചു എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ആ ഒരു ഭയത്തിലാണ്. അതാണ് എൻ്റെ ഭയം. അപ്പൊ അക്കാഡമീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്കത് ഒന്ന് മിനിറ്റ് അയ്യപ്പദാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭയത്തിലാണ് ഞാൻ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഗവൺമെന്റ് എൻ്റെ ഗാന്ധിജിയെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുന്നത്, പ്രഗ്യാ സിംഗ് ഒരുപാട് സമയം അഭിനയിച്ചു. നിങ്ങളുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ആ ഗവൺമെന്റ് NEP നടത്തുമ്പോൾ ഞങ്ങൾ എന്ത് സമാധാനത്തിലിരിക്കണമെന്ന് അക്കാഡമിക് സംസാരിച്ചു വന്ന എക്സ്ക്ലൂഷനെ കുറിച്ച് തന്നെയാണ് മാഡം പറഞ്ഞത്. ഓക്കെ, ഇതിൽ ഒരു ഉത്തരം എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, ഞാനിവിടെ നിങ്ങൾ എന്ന ചോദ്യത്തെ ഞാൻ ഖണ്ഡിക്കുന്നു. ഞാൻ ഒരു അക്കാഡമീഷ്യനായിട്ടാണ് ഇവിടെ വന്നത്. ഓക്കെ, അത് വ്യക്തമാണ്. ഞാൻ നിങ്ങൾ എന്നുള്ള ആ ചോദ്യത്തെ ഞാൻ ശക്തമായി എതിർത്തുകൊണ്ട് പറയുന്നു. രണ്ട്, ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും കാണുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ PM ശ്രീയെ ആണെങ്കിൽ NEP ആയാലും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. ഏതൊരു വിദ്യാഭ്യാസ പദ്ധതി, ഇപ്പം നമ്മൾ 1968 തൊട്ട് ഇതുവരെ വരുന്ന വിദ്യാഭ്യാസ പദ്ധതിക്കൊക്കെ അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ അവിടെ പോസിറ്റീവ്സിനെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളും വെല്ലുവിളികളും ഉണ്ടാവാം. ഇനി കാലത്തിനനുസരിച്ചിട്ട് ഇപ്പം 21st സെഞ്ച്വറിയിലേക്ക് ഒരു ഇൻഡിവിജ്വലിനെ, ഒരു സ്റ്റുഡൻറ്റിനെ, ഒരു വിദ്യാർത്ഥിയെ ഇറക്കി കൊണ്ടുവരണമെങ്കിൽ ആ കാലത്തിനനുസരിച്ച് മാറ്റമുള്ള അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതി മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അവിടെയാണ് മാം ചോദിച്ച ചോദ്യത്തിന് ഇപ്പം ജാനുവരി 30 ഒരു ചോദ്യം ചോദിക്കുന്നത്. എവിടെയും ഗാന്ധിജിയെ മറന്നുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി, ചട്ടക്കൂടോ കരിക്കുലമോ NEPയോ ഒരു ഗവൺമെന്റും പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അധ്യാപകർ, കരിക്കുലം കമ്മിറ്റി അവരുടെ കയ്യിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പാഠ്യപദ്ധതി എൻ്റെ കയ്യിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്.
ഹൗ ടു ട്രാൻസാക്ട് ദാറ്റ് കണ്ടന്റ്. ആ കണ്ടന്റ് ഞാൻ എങ്ങനെ ട്രാൻസാക്ട് ചെയ്യണം എന്നുള്ളത് എന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ. അല്ല അത് അവിടെ എനിക്ക് നമ്മളെല്ലാം പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്ന ഒരു അധ്യാപികയും അത് ക്ലാസ് റൂമിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന അധ്യാപികയുമാണെങ്കിൽ എനിക്കറിയാം January 30th എങ്ങനെ എൻ്റെ വിദ്യാർത്ഥിയിൽ അതിന്റെ ഉത്തമ ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ട് ഉത്തമ ബോധ്യത്തോടെ എങ്ങനെ ആ പദ്ധതി ആ പാഠഭാഗം ട്രാൻസാക്ട് ചെയ്യാമെന്ന് എനിക്കറിയാം. പക്ഷെ ഗാന്ധിവാദം പഠിക്കണ്ടെന്നാണ് തീരുമാനിച്ചാലോ? അങ്ങനത്തെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. വരുമോ? നെഹ്റുവിനെ തമസ്കരിക്കുന്നവർ നാളെ ഗാന്ധിയെ തമസ്കരിക്കുന്നത് എങ്ങനെ പറയാൻ പറ്റും? പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റിയുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ തള്ളുന്നതെന്നാണ് എന്റെ ചോദ്യം. അത് അനാവശ്യമായിട്ടുള്ള മുൻധാരണയും മുൻവിധിയാണെന്നുള്ളതാണ് താങ്കളുടെ point. Okay. ഒന്നോ രണ്ടോ ദിവസം നോക്കി ഇല്ലാതെ അനാവശ്യമല്ല. വിദ്യാഭ്യാസ പദ്ധതിയെ നമ്മുടെ ഓരോ point. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആ. ഒരു പങ്കുമില്ലാത്തവരുണ്ടാക്കുന്ന ഒരു ചരിത്ര നിർമ്മിതിയാണ്. Okay. അതിന്റെ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ശരി. എത്രയോ ഞാൻ പ്രത്യേക രേഖകൾ തന്നെ ഉണ്ട്. Okay. വെട്ടിമാറ്റപ്പെട്ട പുസ്തകങ്ങൾ, അതിന്റെ ഭാഗങ്ങൾ. അല്ലല്ല, ഇപ്പൊ അത് ഗാന്ധിജിയെ ഓൺ ചെയ്യുന്നുണ്ട്. ആ. ഗാന്ധിജിയെ ഇപ്പൊ നല്ലതുപോലെ ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നെഹ്റുവിയൻ പൊളിറ്റിക്സും നെഹ്റുവിയൻ ചരിത്രത്തെയും തമസ്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പൊതു നയം. Okay. നിങ്ങൾക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും പാർലമെന്റിലാണ്. മണിക്കൂറുകളുണ്ട്. ഗോഡ്സെ ഓൺ അല്പ പൊളിറ്റിക്സ് ആണെങ്കിലും ആ. മണിക്കൂറുകൾ എടുത്ത് ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും ഇപ്പൊ ഈ സമീപ ദിവസങ്ങളിൽ മെനങ്ങാതെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിരുന്നു, ഞാൻ പോയിരുന്നു. ഒരു വാക്ക് സർദാർ വല്ലഭായി പട്ടേൽ അടക്കം അംബേദ്കർ അടക്കം Okay. സകലരുടെയും പേര് പരാമർശിച്ചാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേര് ശരി. പരാമർശ വിഷയമേ Okay. അല്ല. നമുക്ക് ഒരു ചോദ്യം കൂടി എടുക്കാം. നമ്മുടെ സമയം തീരാതെ. IFS ഗോഡ്സെ ഓൺ ചെയ്യാനുള്ളതാണ്. ഗാന്ധിജിയെ നിരാകരിക്കലല്ല. ഗോഡ്സെ നമ്മുടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ ഉൾപ്പെടെ ഓൺ ചെയ്തുകൊണ്ട് സഭക്കകത്ത് ഉൾപ്പെടെ അവരെ ന്യായീകരിക്കുന്നത്, അതാണ് പ്രശ്നം. ഗോഡ്സെ മറ്റതിലേക്ക് പിന്നെയാണ് പോവുക. ഗോഡ്സെ കുറിച്ച് നല്ലത് എഴുതി പിടിപ്പിച്ച പാഠപുസ്തകം വരുന്നുള്ള ആശങ്കയുണ്ടോ? ഉറപ്പായിട്ടും ആ. എനിക്ക് ഒന്നാമത്തെ കാര്യം, ആ. ആശങ്കകൾ എന്ന് പറയുന്നതിന് പോലും അടിസ്ഥാനമില്ല. കാരണം പലതും യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ശരി. ആരെങ്കിലും ഒരാളും കൂടെ ഒരു ചോദ്യം. യെസ്, അവിടെ മൈക്ക് അവിടെ കൊടുക്കും. മൈക്ക് ഉണ്ടല്ലോ. ചുരുക്കി ചോദിച്ചാൽ നമുക്ക് 2 മിനിറ്റ് ആകെ ശേഷിക്കുന്നുള്ളൂ സെഷൻ. നമ്മൾ എഡ്യൂക്കേഷൻ പോളിസി ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എനിക്കതിൻ്റെ ലാംഗ്വേജിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കേട്ടത് ഇതാണ്, എവിടെ നിന്നോ ആരോ നമുക്ക് സ്വാതന്ത്ര്യം തരും, ഇത് മാറ്റാനും മറിക്കാനും നമുക്ക് സ്വാതന്ത്ര്യം ആരോ നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത് ആ തരുന്നവർ തന്നെ നമുക്ക് കുറച്ച് പൈസയും തരും. അപ്പോൾ പ്രശ്നം ഇതാണോ ഫെഡറൽ സ്ട്രക്ചർ? ഓക്കെ. ഇതാണോ ഫെഡറൽ സ്ട്രക്ചർ? ഓക്കെ. ആരോ എന്തൊക്കെ അവരുടെ ഉദാരതയിൽ നമുക്ക് തരുന്നു, ഓക്കെ. നമ്മളത് സ്വീകരിക്കണം, ഇല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടുകയും ഓക്കെ. പോയിന്റ് ക്ലിയർ ആണ് മാഡം. ഇതാണോ ഫെഡറലിസം എന്നുള്ളതാണ് കോർ ചോദ്യം. ആരോ നമുക്ക് പവർ തരും, ആരോ നമുക്ക് കാശ് തരും. അത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചിലവഴിക്കണോ വേണ്ടയോ എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ കരിക്കുലം ഫ്രെയിം ചെയ്യാൻ, ടെക്സ്റ്റ് ബുക്ക് ഫ്രെയിം ചെയ്യാൻ. പക്ഷേ കേന്ദ്രത്തിന്റെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഇത് ആരാ ഈ പറഞ്ഞതാണോ ഇതിൽ വാസ്തവം സംഭവിക്കാൻ പോകുന്നത്? അക്കാഡമീഷ്യന്റെ പെർസ്പെക്ടീവ്സിലാണ്. ഈ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ എതിരാണ് ഇതിനെ നിയന്ത്രിക്കുന്ന സംഘടന. 951 അവരുടെ മാനിഫെസ്റ്റോ, ജനസംഘത്തിന്റെ മാനിഫെസ്റ്റോ എടുത്ത് ചോദിച്ചു നോക്കിയാല് ഇന്ത്യയുടെ ഐക്യത്തിനുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്ന് ഈ ഫെഡറൽ സ്ട്രക്ചർ ആണെന്ന് ഞാൻ രേഖ ഇവിടെ കാണിച്ചു തരാം. കോഓപ്പറേറ്റീവ് ഫെഡറലിസം. കോഓപ്പറേറ്റീവ് ഫെഡറലിസം 2016 ശേഷം നമ്മൾ കേട്ടൊരു വാക്കാണ്. അത് കൊണ്ടുവന്നത് ഈ ഗവൺമെന്റാണ്. പക്ഷെ ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഘടകവിരുദ്ധമാണ് NEPയും അതിന്റെ ഭാഗമായി വന്നിട്ടുള്ള PM ശ്രീ പദ്ധതി. ഞാൻ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞങ്ങളൊരു നയം തരും, നടപ്പാക്കിയാൽ പൈസ തരും എന്ന് പറയുന്നത് എന്ത് ഫെഡറൽ ജനാധിപത്യമാണ്, എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആണ് അതിന്റെ പിന്നിലുള്ളത്? അപ്പോൾ നമുക്ക് ചോദിക്കാനൊക്കെ ഒരുപാട് ഉണ്ട്. പക്ഷേ എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ സമയം തീരുകയാണ്. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി. 2 MP മാർക്കും ഡോക്ടർ ബിന്ദുവിനും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.